നീ നശിച്ചു പോട്ടെ, നീ നശിച്ചു പോട്ടെ എന്നൊരു ശാപവാക്കുച്ചരിക്കാറുണ്ട്. അല്ലെങ്കിൽ പടച്ചോന്റെ അതാപനക്ക് ഉണ്ടാവട്ടെ, റബ്ബിന്റെ ശാപം എന്റെ മേലുണ്ടാവട്ടെ എന്ന് ചിലര് പ്രയോഗം നടത്താറുണ്ട്. അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ തലാഅനു, ഒരിക്കലും നിങ്ങൾ ശാപവാക്കുച്ചരിക്കരുത്. ബിലഅനത്തില്ല, അള്ളാഹുവിന്റെ ശാപം കൊണ്ട്, റബ്ബിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ എന്ന് ശാപവചനം കൊണ്ട് നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിഗളബില്ല, റബ്ബിന്റെ കോപം എനക്കുണ്ടാവട്ടെ, റബ്ബിന്റെ ദേഷ്യം നിന്റെ നേരെയുണ്ടാവട്ടെ എന്നും നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിന്നാർ, നിനക്ക് പടച്ചോൻ നരകം തരട്ടെ, നീ നരകത്തിലാണ് എന്നും ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. അതിനർത്ഥം ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ അവന്റെ ഖേദം കൊണ്ട് റബ്ബ് പുറത്തേക്കാം. ഈ ഹദീസിനെ നിർവചിക്കുന്ന ഉലമാക്കൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു പ്രേരണ കൊണ്ടോ മനസ്സിന്റെ ചില സമയങ്ങളിലുള്ള ചിന്തകളെ കൊണ്ടോ അവൻ അബദ്ധം പറ്റിപ്പോയേക്കാം, അവൻ തെറ്റ് ചെയ്തേക്കാം. ആ തെറ്റുകൾ പൊറുക്കാൻ പടച്ചോൻ റെഡിയാകുമ്പോ നമ്മൾ പൊറുക്കൂല എന്ന മനോഭാവത്തോടുകൂടി അതിന്റെ പേരിൽ ശാപവാക്കുകളോ വേണ്ടാത്ത പ്രയോഗങ്ങളോ നിങ്ങളത് നടത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ദേഷ്യം വരുമ്പോ എന്ത് പറയണമെന്ന് പലർക്കും അറിയൂല, എന്താ പറയുന്നതെന്ന് പോലും ചിലർക്ക് ഓർമ്മല്ല. അത് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും അതേതെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും എന്ത് വൃത്തിയേടും ആർക്ക് നേരെയും എഴുതി വിടാമെന്നൊരു ധാരണ, അതാ ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ജീർണത. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? തുറന്നാ കാണുന്നത് തമ്മിലുള്ള തെറിവിളികൾ മാത്രമാ, അല്ലെങ്കിൽ അവിഹിതത്തിന്റെ പേരിലുള്ള നുണവെച്ച കഥകളും അത് പിടികൂടിയതിന്റെ കഥകളും തല്ലിയതിന്റെ കഥകളും സദാചാര പോലീസിന്റെ കഥകളും, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആങ്ങളെ ചമയുന്നവരും പെങ്ങന്മാരുണ്ടാക്കുന്നവരും ഇത്തരത്തിലുള്ള പരസ്പര ക്രൂരതയുടെയും തെമ്മാടിത്തത്തിന്റെയും കഥകളും വർണ്ണനകളും മാത്രമേയുള്ളൂ നമ്മൾ വായിക്കുന്നതിലും ചിന്തിക്കുന്നതിന്റെ പിന്നിലും. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതും ഒരു വാക്കത്തരത്തിൽ നമ്മളെ നാവുമെന്ന് വരാൻ പാടില്ല. നീ തൊലഞ്ഞു പോകടാ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പോലും പറയരുത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി. ഇനി മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും ചിലര് മക്കളോട് അങ്ങനെയാ പറയാ, ഇജ്ജ് നന്നാവൂല, ഇൻക്കറിയാ ഈ ഗുണം പിടിക്കൂല എന്ന് ചിലര് മക്കളെ പറ്റി പറയാറുണ്ട്. അഥവാ ദേഷ്യം പിടിക്കുമ്പോ ഇതിറ്റിങ്ങളൊന്നും മരിച്ചോയാ മതിയായിരുന്നൊന്നും, ഇതിറ്റിങ്ങളുടെ നിന്നെ അങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നൊന്നും ദേഷ്യത്തോടുകൂടി മക്കളോടും ചിലപ്പോ ഭാര്യമാരോടും ആവേശത്തോടെ പറയുന്നവരുണ്ട്. ഞാൻ ഉണ്ടായിട്ട് എനിക്ക് ഇത്ര കിബറ്, ഞാൻ മരിച്ചോ എന്റെ കിബറങ്ങ് മാറും, പറച്ചോന്നെ അങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നു എന്ന് ജയിക്കാൻ പറയും ചില ഭർത്താക്കന്മാര്. ചില ഭാര്യമാര് തിരിച്ചും പറയും, ഞാനുള്ളതുകൊണ്ട് അങ്ങളെ പവറ്, ഞാൻ ഉണ്ടായിട്ടല്ലേ ഇങ്ങക്ക് ഇങ്ങനെ, പറച്ചോൻ ഇനി അങ്ങ് കൊണ്ടുപോയിക്കന്ന, ഇനി അങ്ങ് എടുത്തോ റബ്ബേ എന്നൊരു ദേഷ്യത്തോടെ പകയോടെ പറയാറുണ്ട്. നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഇഞ്ഞങ്ങ് മരിച്ചോയിക്കോട്ടെ, ഞാനങ്ങ് ഇല്ലാണ്ടായിക്കോട്ടെ, ഇനി അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, അല്ലെ സൂക്കേട് ബാധിച്ചാൽ കിടന്നുപോയിക്കോട്ടെ എന്നൊരു വാക്ക് നിങ്ങൾ നിങ്ങൾക്കെതിരെ പറയാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെയും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എന്തൊക്കെ അവര് അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ തന്നെ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ നിർണായകമായ പരീക്ഷണത്തിന്റെ ഏത് തീച്ചൂളയിലാണ് നിങ്ങളെങ്കിലും, നിങ്ങൾ റബ്ബിനോട് പറയണം, മാതാ ഖൈർ എനിക്ക് നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എളുപ്പമാക്കി തരണം, ഇതിന്റെ പേരിൽ എന്നെ വീണ്ടും ഷർറിലേക്ക് നീ കൊണ്ടുപോകരുതേ റബ്ബേ എന്ന്. ആ ദുആ ആണ് റബ്ബ് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. നമ്മക്കാ പടച്ചോൻ തന്നതിൽ കൂടുതലും എനിക്കേ റബ്ബ് തന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കാലിന് ആരോഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാഹനമുണ്ടെങ്കിൽ, മഴ നനയാതൊരു കൂരയുണ്ടെങ്കിൽ, വേണ്ട മനുഷ്യരെ, നിങ്ങൾക്ക് ദുനിയാവിൽ പടച്ചോൻ തന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ, അള്ള തടഞ്ഞതോ പടച്ചോൻ പരീക്ഷിച്ചതോ ആയ ചെറിയ കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്, ശാപവാക്കുച്ചരിക്കരുത്. അത് മക്കൾക്ക് നേരെയാണെങ്കിലും ശരി, കുടുംബത്തിന്റെ നേരെയാണെങ്കിലും ശരി. എന്നിട്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളെ സമ്പത്തിന്റെ നേരെയും നിങ്ങൾ അങ്ങനെ ഒരു ശാപവാക്കുച്ചരിക്കരുത്. അല്ലാ ഇതൊക്കെ ഉണ്ടായിട്ടാ എനിക്ക് സമാധാനക്കേട്, ഇതുള്ളതുകൊണ്ട് അപ്പൊ ഒരു സ്വസ്ഥതല്ലാത്തത് എന്നും നിങ്ങൾ പറയരുത്.
കാരണം ലാ തുവാഫിഖു മിനല്ലാഹി സഅത്തുൻ യുസ്അലു ഫിഹാ വതാഉൻ. റബ്ബ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയവും നിങ്ങളുടെ ഈ ശാപപ്രാർത്ഥനയും ഒരുമിച്ച് വന്നാൽ, അതല്ലെങ്കിൽ റബ്ബ് നിശ്ചയിച്ച സമയം, ഉത്തരം നൽകാൻ ഉദ്ദേശിച്ച സമയത്താണ് നിങ്ങൾ ഈ ശാപപ്രാർത്ഥന ഉച്ചരിക്കുന്നതെങ്കിൽ ഫയസ്തജീബ ലക്കും, ആ ഉത്തരം റബ്ബ് നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടെ കുടുംബത്തിൽ ബാധിക്കും, അത് നിങ്ങളെ മക്കളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിക്കുമ്പോഴാവട്ടെ, അടിമകളോട് സംസാരിക്കുമ്പോഴാവട്ടെ, നല്ലത് സംസാരിക്കണം, നല്ല വാക്കുകൾ ഉച്ചരിക്കണം. നല്ലത് സംഭവിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാ ലോകത്തുള്ള ഉലമാക്കളുടെയും അമ്പിയാക്കളുടെയും ചരിത്രത്തിൽ നമ്മൾ